കുഞ്ഞിൻ്റെ വായിൽ തൊണ്ടയിൽ ആഹാരം പിടിക്കുന്നത് എത്തി, തൊണ്ടയിൽ ആഹാരം പിടിക്കലെത്തി. അവൻ പറഞ്ഞു കേട്ടോ. അതായത് 4 ദിവസങ്ങൾക്ക് മുമ്പ് കായംകുളത്തൊരു സംഭവം ഉണ്ടായി. ഒരു പയ്യൻ മീൻ പിടിച്ചിട്ട് ആ തൊണ്ടയിൽ കടിച്ച് അവന് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ ഈ വായിലാണ് തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നേരെ ഈ കുഞ്ഞിനെ നമ്മളവിടെ ചുറ്റി പിടിക്കുക. ചുറ്റി പിടിച്ചിട്ട് കുനിച്ചങ്ങോട്ട് നിർത്തിയിട്ട് കണ്ടോ ഇവിടെ ഈ 2 ഷോൾഡർ ബ്ലേഡുകൾ, ഈ ഷോൾഡർ ബ്ലേഡുകൾക്കിടയിൽ താഴോട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫ്ലാപ്പിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ 1 2 3 അങ്ങോട്ട് ഇങ്ങനെ അടിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങോട്ട് നമ്മൾ എന്താണ് അങ്ങനെ 5 പ്രസ് കൊടുക്കുക. ഇതാണ് കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് എന്താണ് കുനിച്ച് നിർത്തിയിട്ട് നമ്മൾ അവൻ്റെ ഈ ഷോൾഡർ ബ്ലേഡുകൾക്കിടയിൽ നമ്മൾ അങ്ങനെ ചെയ്യും. എന്നിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നാളെ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് കൈ കൊണ്ട് പുറകോട്ട് മാറ്റിയിട്ട് എന്നിട്ട് ഈ കൈ ഇങ്ങനെ ചുറ്റി പിടിച്ച് എന്നിട്ട് അവൻ്റെ പൊക്കളിന് മുകളിലേക്ക് വെച്ചിട്ട് അകത്തേക്കും മുകളിലേക്കും എന്ന രീതിയിൽ നമ്മൾ പ്രസ് ചെയ്യും. അകത്തേട്ടും മുകളിലോട്ടും എന്ന രീതിയിൽ നമ്മൾ പ്രസ് ചെയ്യും. അബ്ഡമൽ ത്രസ്റ്റ് അല്ലെങ്കിൽ ഹെംലിച്ച് മാനുവർ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അങ്ങനെ 5 ചെയ്യുമ്പോൾ എന്താണ് ഈ തൊണ്ടയിരിക്കുന്ന സാധനം പുറത്തോട്ട് വരും. വീട്ടിലൊരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണാൽ നിങ്ങൾ എന്ത് ചെയ്യും? CPR കൊടുക്കും. ഇനി ഓക്കെ, അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരാൾ കുഴഞ്ഞു വീണാൽ നമ്മൾ CPR ആണ് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് അയാൾക്ക് CPR കൊടുക്കേണ്ട സാഹചര്യം എപ്പോഴാണ്? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇല്ലേ? നമ്മുടെ വീട്ടിലാണ് കുഴഞ്ഞു വീണെങ്കിൽ അല്ലെങ്കിൽ റോഡിലാണ് കുഴഞ്ഞു വീണെങ്കിൽ നമ്മൾ എപ്പോഴും ആ ആളെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത് ഇല്ലേ? അങ്ങനെയാണെന്നൊരു ആളെ സേഫായ സ്ഥലത്തേക്ക് മാറ്റി കിടത്തിയിട്ട് നമ്മൾ അദ്ദേഹത്തെ വിളിച്ച് നോക്കണം. നിങ്ങളെല്ലാവരും കേൾക്കാനുള്ള ക്ലാസ്സാണ് കേട്ടോ. നിങ്ങളൊക്കെ കേൾക്കാനുള്ള ഇവിടെ ആളുകൾ കൂടിയെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ആ ആളെ വിളിക്കുന്നത് തന്നെ നമ്മളാണെങ്കിൽ ഓടിച്ചെന്നിട്ട് ഇടീക്ക് അല്ലെങ്കിൽ ഇടീക്ക് കുലുക്കിയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ തോളലിൽ ശക്തിയായിട്ട് തട്ടി വിളിക്കണം. ശക്തിയായിട്ട് തട്ടി വിളിക്കണമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളെങ്ങനെ അദ്ദേഹത്തിന് വേദനിക്കണം. അതായത് ചേട്ടാ പേരറിയാമെങ്കിൽ പേരോട് കൂടി തന്നെ നമ്മൾ വിളിക്കണം. ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മൾ ശക്തിയായിട്ട് തട്ടി വിളിക്കണം. ആ വിളിച്ചിട്ട് എണീച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പൾസ് നമ്മൾ നോക്കുക. സാധാരണ LLF ഒക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പറയുകയാണ്. നമ്മൾ സാധാരണ പൾസ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയോ പൾസാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ കരോട്ടി പൾസാണ് നോക്കുന്നത്. നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന 2 പ്രധാനപ്പെട്ട വെയിനാണ് ഇതില്ലേ. ഈ വെയിനിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കിയിട്ട് അറിയാൻ കൂടി ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ എപ്പോഴും ഇടിക്കുന്ന 2 ഇടിപ്പാണ് അല്ലേ? ഇത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം ആളിന് കാർഡിയാക് ഉണ്ട് എന്നും ആ കാർഡിയാക് ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 3 മുതൽ 5 മിനിറ്റിനകത്തേക്ക് അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്ക് രക്തം കയറി ചെന്നില്ല എന്നുണ്ടെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുകയും ബ്രെയിൻ ഡെത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് മരണങ്ങളിലേക്ക് കാരണമാകുന്നത്, മരണത്തിലേക്ക് എത്തിക്കുന്നത്. ഇതിനാണ് ബയോളജിക്കൽ ഡെത്ത് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. ശരിയൊക്കെയാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് CPR ചെയ്യണം. CPR ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ നമ്മൾ ആളെ സേഫായ സ്ഥലത്തേക്ക് മാറ്റി കിടത്തി അദ്ദേഹത്തിന് റെസ്പോൺസ് ഉണ്ടോ നമ്മൾ നോക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പൾസ് നമ്മൾ നോക്കിയിരിക്കുന്നു. ഇതൊന്നും കിട്ടിയിട്ടില്ല. ശരി, ഓക്കെ. നമ്മൾ ചെയ്യേണ്ടത് ഒരു ആംബുലൻസിന്റെ സഹായമാണ് തേടേണ്ടത്. ആരോടെങ്കിലും ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുകയാണെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചേട്ടൻ്റെ മുഖത്ത് നോക്കി ചേട്ടാ ഒരു ആംബുലൻസ് വിളിക്കണം. നമ്മൾ ആരെങ്കിലും ഒരു ആംബുലൻസ് വിളിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദിത്തമായിട്ട് എടുക്കത്തില്ല. ഓക്കെ ആണല്ലോ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരാൾ കുഴഞ്ഞു കിടക്കുന്നെങ്കിൽ നമ്മൾ CPR ചെയ്യുന്നതിന് മുമ്പ് വെച്ച് നമ്മളൊരു ആംബുലൻസ് വിളിച്ചിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ CPR ചെയ്യുന്നത്. CPR ചെയ്യാൻ വേണ്ടി കുഞ്ഞിനെ ബാവ എടുത്ത് കൊടുത്തു. CPR ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ രോഗിയെ തറനിരപ്പിലേക്ക് കിടത്തണം. കട്ടിലിൽ കിടത്തിക്കൊണ്ടോ മേശയുടെ മുകളിൽ നിർത്തിക്കൊണ്ടോ നമുക്ക് CPR ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ അവർ അതനുസരിച്ചുള്ള പൊക്കം വിട്ടിട്ടായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ആ കിടത്തിയതിന് ശേഷം നമ്മൾ എവിടെയാണ് കൈ വെക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ്ട് എല്ലാവരുടെയും നെഞ്ചിൽ ഇങ്ങനെ ഒരു കുഴി പോലെ പോകുന്നുണ്ട് ഇല്ലേ? ഇങ്ങനെ താഴോട്ടൊരു വര പോലെ പോകുന്നുണ്ട്. അവിടെ നിപ്പിൾ ക്രോസ് നമ്മൾ എന്താണ് ക്രോസ് വരയ്ക്കണം. ഈ ക്രോസ് ചെയ്യുന്ന കുരിശ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സ്തേണമുണ്ടല്ലോ, നമ്മുടെ എല്ല് ഇല്ലേ, ആ സ്തേണത്തിനാണ് ആ ഭാഗത്തുണ്ട് കുരിശ് പോലെ ആ വന്ന ഭാഗത്തേക്ക് നമ്മൾ കൈ വെക്കണം. ഏത് കൈയാണ് നമ്മൾ വെക്കണ്ടേ? നമ്മുടെ പവർ ഹാൻഡ്. നിങ്ങൾ ലെഫ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റാണ് പവർ ഹാൻഡ്, നിങ്ങൾക്ക് ലെഫ്റ്റ് വെക്കാം. റൈറ്റ് ആണെങ്കിൽ റൈറ്റ് പവർ ഹാൻഡ് നമ്മൾ വെക്കണം. പവർ ഹാൻഡ് ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് മറ്റേ കൈ നമ്മൾ എന്താണ് സപ്പോർട്ട് ചെയ്ത് പിടിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ പിടിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി എളുപ്പത്തിൽ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ഞങ്ങളൊരു വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണോ എന്ന് കാണിക്കാൻ വേണ്ടി. അതാണ്ടേ
ഇത് കണ്ടോ, നമ്മുടെ ഹൃദയത്തിന് കണ്ടോ, ഹൃദയം എവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കണ്ടോ, ഹൃദയം കണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ. ആദ്യം നമ്മുടെ വാരിയിൽ ശ്വാസകോശം, പിന്നീടാണ് നമ്മുടെ ഹൃദയം വന്നേക്കുന്നത് ഇല്ലേ. ഓക്കെ, നമ്മൾ ആ ഹൃദയത്തിന്റെ പൊസിഷനിൽ നമ്മൾ എന്താണ് നമ്മുടെ പവർ ഹാൻഡ് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗിയുടെ പൊസിഷന്, ഒരാളെ CPR കിടക്കാൻ നടത്തുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇങ്ങനെ ഇരിക്കും. അതായത് രോഗിയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു അയാളുടെ ശരീരത്തിലേക്ക് നമ്മൾ കൈ വെച്ചു. അതാണ് ഇങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഈ കൈമുട്ടിന് ഇനി എന്താണ്, കൈമുട്ട് വളയരുത്, കൈമുട്ട് നേരെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നു. ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അപ്പർ ബോഡി വെയിറ്റ് മുഴുവനും എൻ്റെ ഈ കൈകളിലേക്കായിരിക്കും വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ് താക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, ഈ കൈമുട്ട് നമ്മൾ ഇനി വളയത്തില്ല. അതുപോലെ തന്നെ എന്താണ് ഓരോ തവണയും എടുത്തെടുത്തല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയൊക്കെയാണല്ലോ നിങ്ങൾക്ക്. ഇനി എത്ര വരെ ഇത് താഴാമെന്നുള്ളതാണ്. 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇഞ്ച് വരെയാണിത് താഴേണ്ടത്. ഓക്കെ ആണല്ലോ. എന്താ അല്ലെങ്കിൽ എന്താ, നമ്മൾ ആദ്യം കണ്ട നമ്മുടെ സ്റ്റേണമാണ്, എല്ലില്ലേ കണ്ടേ, അതിനുശേഷം ശ്വാസകോശമാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, അതിനെ താഴെയാണ് ഹൃദയം ഇരിക്കുന്നത് ഇല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം മൊത്തം എടുത്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാരിയലിലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യത. എന്ന് വെച്ചിട്ട് CPR ചെയ്യാതിരിക്കരുത്. ജീവനോട്ടിരിക്കുന്ന ഒരാളുടെ താഴാനൊക്കെ ഇച്ചിരി പാടാണ്. ഇതായതുകൊണ്ടാണ് താന്ന് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയം താന്നു പോകുന്നതൊന്നും അല്ല. നമ്മൾ തൊട്ട് നോക്കി താഴും അങ്ങനെ ഇല്ല. ഓക്കെ, ഇനി അത് കഴിഞ്ഞ ശേഷം നമുക്ക് എത്ര കംപ്രഷൻ കൊടുക്കണം എന്നുള്ളതാണ്. 30 ചെസ്റ്റ് കംപ്രഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. 2 റെസ്ക്യൂ ബ്രീത്ത് നമ്മൾ കൊടുക്കണം. ഓക്കെ, നമ്മൾ 30 ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്ന രീതി നമുക്ക് നോക്കാം. അതെ, 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 20. ഞാനാണ് എന്താണ് 11 12 30 40 50 എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ചിന്തിക്കുന്നത്. അതായത് അത്രയും സമയം നമുക്ക് കളയാനില്ല. കാര്യം എന്താ, ഈ കാർഡിയാക്ക് സംഭവിച്ച ഒരാൾക്ക് 3 മുതൽ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, തലച്ചോറിലേക്ക് രക്തം എത്തത്തില്ല. 11 12 എന്ന് പറയാം. നമ്മുടെ കയ്യിൽ ആകെയുള്ള ഡയമണ്ട് സെക്കൻഡ്സ് മാത്രമാണ്. അപകടം നടന്ന ആദ്യത്തെ 1 മണിക്കൂറിന് ഗോൾഡൻ അവർ എന്നൊക്കെ പറയില്ലേ, ഗോൾഡൻ അവറിൽ എത്തിച്ചു എന്നൊക്കെ പറയത്തില്ലേ. നമ്മൾ ഈ ആളെ രക്ഷപ്പെടുത്തുന്ന സമയം ഡയമണ്ട് സെക്കൻഡ്സ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 30 ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തതിന് ശേഷം 2 റെസ്ക്യൂ ബ്രീത്ത് നിങ്ങൾ കൊടുക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ താടി ഒന്ന് ഉയർത്തി അദ്ദേഹത്തിൻ്റെ എയർവേ, വായിൽ എന്തെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ, വൊമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബ്ലഡ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ, നാക്ക് താന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മൂക്കടച്ച് പിടിച്ച് 2 ബ്രീത്ത്, ഒരു ബ്രീത്ത് നല്ലതുപോലെ ഒരു ബ്രീത്ത് എടുത്തിട്ട് എന്താണ് നമ്മൾ മൗത്ത് ടു മൗത്ത് റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കണം. മൗത്ത് ടു മൗത്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തൂവാല ഇട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മാസ്ക് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. ഇനി പരിചയമില്ലാത്ത ഒരാൾക്ക് നമുക്ക് ബ്രീത്ത് കൊടുക്കാൻ മടി കാണും ഇല്ലേ. എന്നും കരുതി നമ്മൾ എന്താണ് CPR ചെയ്യാതിരിക്കരുത്. അതായത് പണ്ട് കാലങ്ങളിൽ നേരത്തെയൊക്കെ ആദ്യം എയർവേ ഓപ്പൺ ചെയ്ത് ബ്രീത്തിങ് കൊടുത്തിട്ടാണ് ചെസ്റ്റ് കംപ്രഷൻ ചെയ്തത്. അപ്പോൾ പരിചയമില്ലാത്തവർ കൊടുക്കാൻ മടിയായതുകൊണ്ടും കോവിഡ് ആയതുകൊണ്ടും ആളുകൾ ആരും CPR ചെയ്യാറില്ലായിരുന്നു. ആ കാരണം കൊണ്ട് ആളുകൾ മരണപ്പെടുന്നത് കൊണ്ട് ഇതിൻ്റെ രീതി അങ്ങ് മാറ്റി. ആദ്യം ചെസ്റ്റ് കംപ്രഷൻ, പിന്നെ എയർവേ ഓപ്പണിംഗ്, ബ്രീത്തിങ് ആക്കി. അതായത് നിങ്ങൾ ബ്രീത്തിങ് കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ എന്താണ് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. 30 കംപ്രഷൻ കൊടുത്ത് 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ട് ആൾ എണീച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്, ആളുടെ പ്രൊസീജറാണ് ഇത്. എണീക്കുന്നിട്ട് വലിയ സർക്കിൾ തുടരുക, 32 32 എന്ന് പറഞ്ഞ രീതിയിൽ തുടരുക. ഓക്കെ ആണല്ലോ. എപ്പോഴും നമ്മളിത് നിർത്തുന്നത്, ഒന്ന് ആള് ബോധം വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഓക്കെ 2 നമ്മൾ ആംബുലൻസ് വിളിച്ചെന്ന് പറഞ്ഞില്ലേ, ആ ആംബുലൻസ് സംവിധാനത്തിൽ AED ഒക്കെ ഉണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക് എക്സ്റ്റൻഡ് ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞ സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊരു നേഴ്സിംഗ് എസ്റ്റിനെ കാണും. പിന്നെ അവരുടെ കയ്യിലേക്ക് കൊടുത്താൽ അവർ നോക്കും. 3 നമ്മൾ കൊഴിഞ്ഞാൽ നമ്മൾ നിർത്തേണ്ട അടുത്ത ആളെ ഈ പരിപാടി നമ്മൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നമ്മുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുക, അദ്ദേഹത്തിന് അറിയത്തില്ലെങ്കിൽ. പിന്നെ അങ്ങനെയാണെങ്കിൽ 2 കൈ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്, ഒരു പൊടിക്കുഞ്ഞാണെങ്കിൽ, ഒരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് 2 കൈ വെക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ എന്താ വെക്കണ്ടേ, ഒരു കൈ മാത്രമേ വെക്കാവുള്ളൂ. പൊസിഷന് മാറ്റമില്ല, കംപ്രഷന് മാറ്റമില്ല, ബ്രീത്തിനും മാറ്റമില്ല. എന്നാൽ ഒരു 2 വയസ്സുള്ള ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 2-3 ദിവസത്തിലാണെങ്കിൽ അവിടെ നമ്മൾ 2 വിരലാണ് നമ്മൾ വെക്കേണ്ടത്. പൊസിഷന് മാറ്റമില്ല. 15 അല്ലെങ്കിൽ 15 2 അല്ലെങ്കിൽ 30 2 നമുക്ക് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തീരെ ഒരു പൊടിക്കുഞ്ഞാണെങ്കിലോ 3 മാസമൊക്കെ ആണെങ്കിൽ എന്താണ്, അവിടെ നമ്മൾ 2 തള്ളവരലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. 15 2 30 2 കൊടുക്കുക. ഈ കുഞ്ഞിനെ നമ്മൾ തോളിൽ തട്ടിയല്ല വിളിക്കേണ്ടത്, പകരം കുഞ്ഞിന്റെ കാൽവെള്ളെ നുള്ളിയിട്ടാണ് വിളിക്കേണ്ടത്. കാരണം കുഞ്ഞിനെ ഇവിടെ അടിച്ചാൽ നോക്കില്ലേ, അപ്പോൾ അതിനെന്താണ് ഇവിടെ കാൽവെള്ളെ നമ്മൾ നുള്ളുക. കുഞ്ഞിന്റെ പൾസ് നമ്മൾ നോക്കുന്ന ബ്രാച്ചിൽ ആർട്ടറി എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നമ്മുടെ കണ്ടോ, നമ്മുടെ ഈ പ്രധാനം ഇങ്ങനെ വരത്തില്ലേ. കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർമാർ നിങ്ങൾ നോക്കിയാൽ മതി, അവർ കുഞ്ഞുങ്ങൾ ഇവിടെ അല്ല പിടിക്കുന്നുണ്ട്. ഈ ഭാഗത്തെ പൾസ് പിടിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. കുഞ്ഞിന് നമ്മൾ